friends, welcome to my YouTube channel Haru and Tanu. ഈ വർഷത്തെ നമ്മുടെ വിഷു ആഘോഷവും അതിൻ്റെ ഒപ്പം വിഷുവിനെ പറ്റി കുറച്ച് കാര്യങ്ങളുമാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കാനായിട്ട് പോകുന്നത്. മേടം 1-നാണ് നമ്മൾ വിഷു ആഘോഷിക്കുന്നത്. വിഷു നമുക്കറിയാം ഒരു ഹാർവെസ്റ്റ് ഫെസ്റ്റിവലാണ്, അതായത് വിളവെടുപ്പിൻ്റെ ഒരു ആഘോഷമാണ്. കൊന്നപ്പൂവ്, വെള്ളിരിക്ക, കോടിമുണ്ട്, അരി, ചക്ക, തേങ്ങ, മാങ്ങ, സ്വർണം അഥവാ വെള്ളി, വാൽക്കണ്ണാടി എന്നിവയൊക്കെ കൊണ്ട് ശ്രീകൃഷ്ണനെയാണ് നമ്മൾ കണി കാണുന്നത്. ഇതൊക്കെ മുൻപത്തെ ദിവസം നമ്മൾ അറേഞ്ച് ചെയ്ത് വെക്കും. പിറ്റേ ദിവസം, അതായത് വിഷുവിൻ്റെ അന്ന് രാവിലെ അമ്മ രാവിലെ ഒരു 5 മണിയൊക്കെ ആകുമ്പോൾ എണീറ്റിട്ട് വിളക്കൊക്കെ കത്തിച്ചു വയ്ക്കും. എന്നിട്ട് എല്ലാവരെയും വിളിച്ച് എണീപ്പിച്ച് കണി കാണിക്കും. അടുത്ത ഒരു വർഷം ഈ ഒരു ഐശ്വര്യം നമ്മുടെ ഒപ്പം ഉണ്ടാകും എന്നാണ് വിശ്വാസം. പണ്ടത്തെ കാലത്തൊക്കെ വീട്ടിലുണ്ടാകുന്ന കാര്യങ്ങൾ കൊണ്ടാണ് നമ്മൾ സദ്യ തയ്യാറാക്കിയിരുന്നത്. വളരെ സിമ്പിളായിട്ടുള്ളൊരു സദ്യയായിരിക്കും. ചക്ക എരിശ്ശേരി, അതുപോലെ തന്നെ മാമ്പഴ കൂട്ടാനൊക്കെയാണ് സാധാരണയായിട്ട് നമ്മൾ തയ്യാറാക്കിയിരുന്നത്. ഇന്ന് നമ്മൾ വീട്ടിൽ തയ്യാറാക്കിയിരിക്കുന്നതും വളരെ സിമ്പിളായിട്ടുള്ള ഒരു സദ്യയാണ്. അവിയൽ, സാമ്പാർ, മത്തങ്ങ പയർ എരിശ്ശേരി, 2 തരത്തിലുള്ള മെഴുക്ക് പുരട്ടി എന്നിവയൊക്കെയാണ് നമ്മൾ പ്രിപ്പയർ ചെയ്തേക്കുന്നത്. ഇതെല്ലാം ഇലയിൽ വിളമ്പിയിട്ട് വീട്ടുകാരുടെ ഒപ്പം ഇരുന്നാണ് നമ്മൾ സദ്യ കഴിക്കുന്നത്. അച്ചാറും പഴവും പപ്പടവും പായസവും ഒക്കെ ചേർത്തിട്ട് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു സദ്യയാണ് നമ്മൾ വിഷുവിന് തയ്യാറാക്കിയിരിക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൈനീട്ടം കൊടുക്കുന്നതും അതുപോലെ തന്നെ പടക്കം പൊട്ടിക്കുന്നതുമാണ്. നമ്മളെക്കാൾ മുതിർന്നവർ നമുക്ക് വിഷു കൈനീട്ടം തരും. അതുപോലെ തന്നെ വൈകുന്നേരം കുട്ടികൾക്കൊപ്പം നമ്മൾ പടക്കം പൊട്ടിച്ച് ആഘോഷിക്കാറുണ്ട്. വിഷുവിനെ പറ്റി കുറച്ച് കാര്യങ്ങൾ മാമൻ പറഞ്ഞതിലും നമുക്കൊന്ന് കേട്ടു നോക്കാം. ഇന്ന് നമ്മളെല്ലാവരും വിഷു ആഘോഷിക്കുന്ന ദിവസമാണ്. ഇപ്പം ഈ അടുത്ത കാലത്ത് ആഘോഷങ്ങൾക്കുണ്ടായിട്ടുള്ളൊരു പ്രത്യേകത, അത് ആഹാരം കഴിക്കലിലും അതിൻ്റെ ആ രീതിയിലുള്ള ആഘോഷങ്ങളും മാത്രമായിട്ട് ചുരുങ്ങുകയാണ് ചെയ്യുന്നത്. അത് എന്തിനു വേണ്ടി ഈ ആഘോഷങ്ങളൊക്കെ നടത്തുന്നു എന്നുള്ളതും അതിൻ്റെ തത്വങ്ങളും എല്ലാം നഷ്ടപ്പെടുന്ന ഒരവസ്ഥയാണ്. വിഷു എന്ന് പറയുന്നത് ഭാരതീയ ജ്യോതിശാസ്ത്ര കലണ്ടർ അനുസരിച്ച് ന്യൂ ഇയർ ഡേ ആണ്. ഭാരതത്തിൽ എല്ലായിടത്തും തന്നെ ഇത് പല പേരുകളിൽ ആഘോഷിക്കുന്നുണ്ട്. നമ്മൾ ജ്യോതിശാസ്ത്രത്തിൻ്റെ ആചാര്യന്മാരുന്ന വരാഹമിഹിരനെയൊക്കെ പോലുള്ള പരാശരനെയൊക്കെ പോലുള്ള ആൾക്കാർ കോപ്പർനിക്കസും ഒക്കെ ജീവിക്കുന്നതിന്, ഗലീലിയോയൊക്കെ ജീവിക്കുന്നതിന് ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ഗ്രഹങ്ങളുടെ സ്ഥാനചലനത്തെക്കുറിച്ചും അതിൻ്റെ സംക്രമണത്തെക്കുറിച്ചും അതിൻ്റെ മറ്റുള്ള കാര്യങ്ങളെക്കുറിച്ചും എല്ലാം വ്യക്തമായിട്ട് മനസ്സിലാക്കി അതിനെ ബേസ് ചെയ്തിട്ടാണ് ഭാരതത്തിലെ എല്ലാ ആചാരങ്ങളും ആഘോഷങ്ങളും ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. പ്രകൃതിയായിട്ട് ബന്ധപ്പെട്ട് ജീവിക്കുന്നതിനുള്ള പ്രാധാന്യമാണ് ഇതിൽ ഏറ്റവും കൂടുതലുള്ളത്. വിഷുക്കണി തന്നെ നമ്മുടെ ചുറ്റുപാട് നമ്മൾ നട്ടുവളർത്തുന്ന കായ്കനികൾ എടുത്താണ് വിഷുക്കണി ഒരുക്കുന്നത്. വിഷു എന്ന് പറയുന്നത് പിന്നെ പകലും രാത്രിയും തുല്യമായിട്ട് വരുന്ന സമരാത്ര ദിനമാണ്. അങ്ങനെയാണ് വിഷു പൗരാണിക കാലം മുതൽ ആഘോഷിച്ചുകൊണ്ടിരുന്നത്. ഈ അടുത്ത കാലത്ത് കലണ്ടർ, ഭൂമിയുടെ അച്ചുതട്ടിൻ്റെ ചരിവും ഭൂമിയുടെ സംക്രമണ രേഖയ്ക്കുള്ള വ്യത്യാസമൊക്കെ കൊണ്ട് ഇതിൻ്റെ ചില സമയങ്ങൾക്ക് വ്യത്യാസം വന്നിട്ടുണ്ട്. ഈ കൊല്ലം കഴിഞ്ഞ 23-ാം തീയതി, കഴിഞ്ഞ മാസം 23 ഇംഗ്ലീഷ് കലണ്ടർ അനുസരിച്ചുള്ള മാർച്ച് 23-ാം തീയതിയായിരുന്നു സമരാത്രി ദിനം വന്നത്. പണ്ട് ഇത് കൃത്യമായിട്ട് മേടം 1-നും തുലാം 1-നും വരുമായിരുന്നു. ഉത്തരായണത്തിലും ദക്ഷിണായനത്തിലും സൂര്യൻ നമ്മുടെ കേരളത്തിൻ്റെ അല്ലെങ്കിൽ ഇന്ത്യയുടെ നേരെ വരുന്ന പകലും രാത്രിയും തുല്യമായിട്ട് വരുന്ന ദിവസമാണ് വിഷുവായിട്ട് ആഘോഷിച്ചിരുന്നത്. വളരെ ശാസ്ത്രീയമായിട്ട് ഗ്രഹങ്ങളുടെ പ്രയാണത്തെക്കുറിച്ചും അതിനെക്കുറിച്ചുള്ള ഗ്രഹങ്ങൾ തമ്മിലുള്ള അകലത്തെക്കുറിച്ചും ഗ്രഹങ്ങൾ സ്വയം തിരിയുന്നതിനെക്കുറിച്ചും മറ്റുള്ള ഗ്രഹങ്ങളെ പ്രതിശ്രമിക്കുന്നതിനെക്കുറിച്ചുമൊക്കെ മനസ്സിലാക്കി ആചാര്യന്മാർ ചിട്ടപ്പെടുത്തിയ ഒരു വാർഷിക ആഘോഷമാണ് വിഷു.